നമസ്കാരം. മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഈ ഒരു സീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടപടാന്ന് സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സീരിയലിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ പടപടാന്ന് വൈജയന്തി സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. പെട്ടെന്ന് തന്നെ വൈജയന്തി സ്റ്റാൻലിയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും ഇന്ന് അലീന സ്റ്റാൻലിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അലീന അവിടെ വിട്ട് പോകുവാണെന്നുള്ള സത്യം ഏകദേശം എല്ലാവരും അറിയുകയും പിന്നെ ബാലചന്ദ്രനെ കാലു പിടിക്കാനായിട്ട് ശിവനും പിന്നെ ഗംഗേട്ടനും ഒക്കെ കടപ്പാട്ടൂരേക്ക് എത്തുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുകൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ പുറത്താകുകയാണ്. ബാലചന്ദ്രനും ഭയങ്കര ഒരു ടെൻഷനിലാണ്. മനുവിനോട് കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞില്ലെങ്കിൽ പോലും താൻ അവിടെ അതായത് അലീനയുടെ അച്ഛനെ കാണാനായിട്ട് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പക്ഷെ അയാൾ അലീനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് അപ്പോൾ മനുവും സ്റ്റാൻലിയെ കാണാൻ പോയതിനു ശേഷം നടന്ന സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് താൻ സ്റ്റാൻലിയെ കണ്ടുവെന്നോ നീ സ്റ്റാൻലിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം സ്റ്റാൻലി അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അലീനെ ഉപേക്ഷിക്കുവാണെങ്കിൽ പിന്നെ തൻ്റെ അച്ഛന് പോലും തന്നെ വേണ്ടല്ലോ എന്ന സങ്കടം അലീനയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷേ ബാലചന്ദ്രൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, നിന്നെ ഞാൻ ഒരു വലിയൊരു വീട്ടിലേക്കാണ് പറഞ്ഞയക്കാൻ പോകുന്നത്. അവിടെ നിറയെ പട്ടികളുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല സർവൻ്റ് ഉണ്ട്, നല്ല വലിയ വീടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ഒരിടത്തും നിന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരിടത്തും നിന്നെ പറഞ്ഞു വിടത്തില്ല. അതെൻ്റെ ആവശ്യമാണ്. നിനക്ക് നീ നല്ല രീതിയിൽ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ നിന്നെ പറഞ്ഞു വിടത്തുള്ളൂ എന്നുകൂടി ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്. പക്ഷെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല. അപ്പം അലീനയ്ക്ക് അതൊരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഇത്രയും സർവൻ്റ് ഉള്ള വീട്ടിലേക്കാണ് തന്നെ പറഞ്ഞയക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ തനിക്ക് അവിടെ എന്താണ് ജോലി ചെയ്യാനല്ലേ ഞാൻ പോകുന്നേ. അപ്പോൾ പിന്നെ അവിടെ ജോലി ഇല്ലെങ്കിൽ എങ്ങനെയാ അച്ഛാ? പിന്നെ മാമച്ചനങ്ങളും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്ഥലം അന്വേഷിക്കാന്ന്. പക്ഷെ ബാലചന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേണ്ട, മാമച്ചനും വേറെ ആരും തന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നിന്റെ ഉത്തരവാദിത്വം, നിന്റെ സുരക്ഷിതത്വം എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ഞാനത് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി. തിരികെ ചായയൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അലീന താഴേക്ക് വരുന്ന സമയത്ത് ബബിതയുണ്ടായിരുന്നു, കൃഷ്ണമോളും ഉണ്ടായിരുന്നു. കാരണം ബാലചന്ദ്രൻ എന്താണ് അലീനയോട് പറഞ്ഞത്? അലീന സുരക്ഷിതയായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചോ, അലീനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ബാലചന്ദ്രൻ അവരെല്ലാവരും കാത്തിരുന്നത്. അപ്പോൾ അച്ഛൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്നും ഞാൻ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകുമെന്നും പക്ഷെ അത് എവിടെയാണെന്നോ എന്താണെന്നോ അച്ഛൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് നല്ല സങ്കടമായി. ബബിത പറയുകയാണ്, അച്ഛനോട് ഒന്നുകൂടി ചോദിച്ചു നോക്ക്, എവിടെയാണ് എന്ന് ചോദിച്ചു നോക്ക്. പക്ഷെ പുനലൂർ ഭാഗത്തേക്കാണ് എന്ന് പറയുമ്പോഴും അത്രയും ദൂരത്തേക്കോ, അച്ഛൻ എങ്ങനെയാണ് അങ്ങോട്ടേക്കൊക്കെ പരിചയം എന്നൊക്കെ ആയിരുന്നു ബബിതയുടെയും കൃഷ്ണമോളുടെയും ചിന്ത. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും എവിടെയാണ് എന്ന് മാത്രം ബാലചന്ദ്രൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. ബബിതയ്ക്ക് നല്ല സങ്കടമുണ്ട്. ബബിത പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമല്ലേ എല്ലാം ചെയ്യുന്നേ. ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ സ്ഥലം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാരണം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? അതായത് ഇങ്ങനെ അലീന അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? അലീന പോകാൻ തീരുമാനിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നത് എന്നൊക്കെയാണ് ബാലചന്ദ്രൻ്റെ ഈ ഒരു തീരുമാനം കേട്ടിട്ട് ബബിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും പറഞ്ഞത്. ബബിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ബബിതയും സങ്കടത്തിലാണ് അകത്തേക്ക് കയറിപ്പോയത്. താൻ ആദ്യം ഈ വീട്ടിൽ വന്ന സമയത്ത് തന്നെ എല്ലാവരും സ്നേഹിക്കണം, തന്നെ എല്ലാവരും ചേർത്ത് പിടിക്കണം എന്നൊക്കെ അലീന ആഗ്രഹിച്ചു. പക്ഷേ തനിക്ക് സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കുറച്ചു പേര് മാത്രമാണ് തന്നെ സ്നേഹിച്ചത്, ബാക്കി ആരും തന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നെ ദ്രോഹിക്കുകയും ഈ വീട്ടിൽ നിന്ന് മടിച്ചു പുറത്താക്കാനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ആ തന്നെ ദ്രോഹിച്ചവർ തന്നെ ഇപ്പോൾ തന്നെ അളവിൽ കൂടുതൽ സ്നേഹിക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ
ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നല്ലോ എന്നുള്ള സങ്കടമാണ് അലീനയ്ക്ക്. അതായത് അവർക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം തനിക്ക് ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. അതിനുശേഷം അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് താൻ പോയ യാത്രയെക്കുറിച്ചൊക്കെ മനുവിനോട് സംസാരിച്ചു. അപ്പോഴാണ് അങ്കിള് വന്നിട്ടുണ്ടോ, അങ്കിള് എവിടെയാ പോയത്, എന്തിനാ പോയത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചോന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് എനിക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലവും ജോലിയാണ് അച്ഛൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് മനുവിനോട് അലീന പറയുന്നത്. മനുവിനറിയാം ബാലചന്ദ്രൻ എവിടേക്കാണ് അലീനെ കൊണ്ടുപോകുന്നത് എന്ന്. പക്ഷേ ഇത് അലീന പോലും അറിയരുത് എന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ടാണ് മനു ഈ കാര്യം ആരോടും പറയാതിരിക്കുന്നത്. എന്തായാലും അലീനയോട് ഒരുപാട് സംസാരിച്ചപ്പോൾ മനു അലീനയോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് മനുവിൻ്റെയും അലീനയുടെയും ആ ഒരു സംസാരം, ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം തന്നെയാണ്. അപ്പോൾ മനു അലീനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോകുകയാണോ എന്നെനിക്ക് ഒരു പേടിയുണ്ട്. എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല്, കാരണം നീ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോവുകയാണ്, എനിക്കിനി നിന്നെ തിരിച്ചു കിട്ടത്തില്ലേ എന്നുള്ളൊരു സങ്കടമുണ്ട് എന്ന് മനു പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല മനുവേട്ടാ, മനുവേട്ടനെ വിട്ട് ഞാൻ എവിടേക്ക് പോവാനാ, മനുവേട്ടനൊപ്പം തന്നെ ഞാൻ കാണും, ഞാൻ ഒരിടത്തേക്കും അകന്നു പോകത്തില്ല എന്നുള്ള ആ രീതിയിലുള്ള അലീനയുടെ മറുപടി. അത്രത്തോളം അവരുടെ ആ ഒരു വാക്കുകളിൽ തന്നെ പരസ്പരം മനു പ്രണയം തുറന്നു പറഞ്ഞുവെങ്കിലും തൻ്റെ പ്രണയം അലീന ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അലീനയുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും മനുവേട്ടനെ ഞാൻ വിട്ടുപോകത്തില്ല എന്നുള്ള അലീനയുടെ ആ ഒരു മറുപടി ഭയങ്കര ഒരു നമ്മളെ ഹൃദയം തൊടുന്ന ഒരു മറുപടി തന്നെയായിരുന്നു. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് മനു പ്രാർത്ഥിക്കുന്നത്. അതിനിടയിൽ മനു ഒരു കാര്യം പറഞ്ഞു. അങ്കിള് എന്നോട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗംഗേട്ടൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്, വല്യച്ഛൻ വന്നിട്ടുണ്ട്. വല്യച്ഛൻ വന്നത് വേറൊന്നും കൊണ്ടല്ല, വൈജയന്തി ആന്റിയെ തിരികെ കടപ്പാട്ടൂരേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നിന്നെ കടപ്പാട്ടൂര് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ഉള്ള ശ്രമത്തിലാണ് വല്യച്ഛൻ വന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം വല്യച്ഛൻ പോകത്തുള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ താൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ വൈജ ആന്റി തിരിച്ചു വരത്തുള്ളൂ, വൈജ മാഡം തിരിച്ചു വരത്തുള്ളൂ എന്ന് അലീന ഉറപ്പിച്ചു പറയുമ്പോൾ മനു തന്നെ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ എന്ന് സോൾവ് ആകും. എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അലീന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന ആ നിമിഷം അങ്കിള് സത്യങ്ങളെല്ലാം തുറന്നു പറയും. കാരണം വൈജ ആന്റി അവിടെ തിരികെ എത്തുന്ന സമയത്ത് വൈജ ആന്റി അങ്കിളിനോട് എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വൈജ ആന്റിയുടെ തനിനിറം പുറത്തെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, വൈജയുടെ അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് മനു അലീനയോടും പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഉറപ്പായിട്ടും പറയും, എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വൈജ മാഡം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അത് തൻ്റെ സ്വന്തം നാശത്തിനാണ് എന്ന് വൈജ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അലീനയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അലീനയോട് ആദ്യം ബബിതയാണെങ്കിലും ബബിത ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ അലീന വേറൊരു സ്ഥലത്തേക്ക് പോവുകയല്ലേ, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി സെറ്റായി കഴിഞ്ഞാൽ, അവിടെ പോയി താമസിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരെയും മറന്നു പോകത്തില്ലേ എന്ന് ബബിത പറയുന്നുണ്ട്. എന്നാൽ അതിനും കൃഷ്ണമോള് ഒരു മറുപടി പറഞ്ഞു. ഇവിടെ അലീന ചേച്ചി പോയി കഴിഞ്ഞാലും ഇവിടെ മറക്കാതിരിക്കാനായിട്ട് ഓർക്കാനായിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അലീന വരികയും അലീന ഇത് കേട്ടോടനെ തന്നെ അലീന പറഞ്ഞത്, ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് എന്നെ ദ്രോഹിക്കാനായിട്ടും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ കാണും. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ അത്രത്തോളം മറക്കാൻ പറ്റാത്ത മുറിവുകൾ എൻ്റെ മനസ്സിലുണ്ടായിട്ട് ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുരട്ടിത്തന്ന ആ മരുന്നില്ലേ, അത് മതി എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മറന്ന് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഓർത്തുകൊണ്ടിരിക്കാനെന്ന് അലീന മറുപടിയും പറഞ്ഞു. അങ്ങനെ പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഏകദേശം അവസാനിച്ച് കടപ്പാട്ടൂർ ഇപ്പോഴും സന്തോഷത്തിലാണ്. പക്ഷേ പ്രശ്നങ്ങളല്ല, എല്ലാവർക്കും വിഷമമാണ്, അലീന പോകുന്നതിൻ്റെ വിഷമം. ഈ സമയത്ത് തന്നെ മനു ഇപ്പോൾ നമ്മുടെ ഗംഗേട്ടനും ശിവനും മനുവിനോട് വന്ന് സംസാരിച്ച സമയത്ത് മനു പറയുന്നുണ്ട് ബാലചന്ദ്രൻ തിരികെ വന്നുവെന്നും ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കാണാനായിട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞപ്പോൾ
ഗംഗേട്ടനും ഭയങ്കര ടെൻഷനായി. കാരണം സ്റ്റാൻലിയെ കണ്ടു. സ്റ്റാൻലി ഇപ്പോൾ അലീനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അലീനെ കാണുക മാത്രമല്ല, അലീനെ കൊണ്ടുപോകുക മാത്രമല്ല, വൈജയന്തിയെ കാണണമെന്നും കൂടി തീരുമാനിച്ച് സ്റ്റാൻലി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ മറച്ചുവെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്താകും. അതല്ല, സ്റ്റാൻലി ഇപ്പോൾ അലീനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവും. ഇപ്പോൾ സ്റ്റാൻലി അലീനെ കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ പ്രശ്നം തന്നെയാണ്. വൈജയന്തി തിരികെ വന്നു കഴിഞ്ഞാൽ വൈജയുടെ തനി സ്വരൂപം പുറത്തെടുക്കും. അപ്പോൾ ബാലചന്ദ്രൻ സത്യങ്ങൾ വിളിച്ചു പറയും. അതോടുകൂടി വൈജയുടെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടും. അതല്ല, ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞില്ല എങ്കിലും സ്റ്റാൻലി വൈജയെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാലും സത്യങ്ങൾ പുറത്താകും. അതുകൊണ്ട് ബാലചന്ദ്രനെ ഒന്ന് പോയി കാണണം. സ്റ്റാൻലിയെ കണ്ടുവെങ്കിൽ എന്താണ് പറഞ്ഞത്, സ്റ്റാൻലിയുടെ തീരുമാനം എന്താണ്, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഗംഗേട്ടനും ശിവനും കൂടി നേരെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കടപ്പാട്ടൂരേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം മനുവും കൂടെയുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ മനു, ശിവനും പിന്നെ ഗംഗേട്ടനും ഒക്കെ കൂടി കടപ്പാട്ടൂരേക്ക് എത്തുകയാണ്. അലീന അതിനു മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ബബിത തന്റെ കോളേജിലേക്ക് പോകാൻ നേരത്ത് അലീനയോട് യാത്ര പറയുമ്പോൾ അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. കാരണം അത്രത്തോളം സ്നേഹം അലീനയ്ക്ക് ബബിതയിൽ നിന്നും കിട്ടിയിട്ടില്ല. അത് അലീനയ്ക്കൊരു ഭയങ്കര ഒരു സമ്മാനം തന്നെയായിരുന്നു. ആ സമയത്താണ് ഗംഗേട്ടനും പിന്നെ ശിവനും ഒക്കെ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അലീനയോടും കാര്യങ്ങളെല്ലാം ചോദിച്ചു. നീ അച്ഛനോട് ചോദിച്ചോ, ബാലചന്ദ്രനോട് ചോദിച്ചോ എവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ. പക്ഷെ തന്നോട് അതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് അലീനയും പറയുന്നത്. എന്തായാലും മനു അല്ല, ഗംഗേട്ടനും ശിവനും കൂടി നേരെ ബാലചന്ദ്രനെ പോയി കാണും, സംസാരിക്കും, സ്റ്റാൻലിയെ കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ സ്റ്റാൻലിയെ കണ്ടു എന്നും സ്റ്റാൻലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ഗംഗേട്ടനോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്താണ് മാർഗം എന്ന് ചോദിക്കും. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നത് പ്രശ്നം പരിഹരിക്കാൻ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, വൈജയന്തി കടപ്പാട്ടൂരേക്ക് വരിക മാത്രമല്ല അലീനെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അലീനയോട് സ്നേഹം കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയണം. സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തീരും. വൈജയുടെ അഹങ്കാരവും തീരും. പിന്നെ അലീന ഇവിടെ നിൽക്കുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. ഇതാണ് ബാലചന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അതായത് ഇതാണ് പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഏക മാർഗം. പക്ഷെ ഇത് രണ്ടും നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് ശിവനും ഗംഗേട്ടനും അറിയാം. എന്തായാലും ഉടൻ തന്നെ സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിച്ചു പറയും അലീനെ സ്വീകരിക്കാൻ തനിക്ക് തയ്യാറാണെന്ന്. അങ്ങനെ കടപ്പാട്ടൂരേക്ക് സ്റ്റാൻലി ജോസഫ് എത്തുകയാണ്. സ്റ്റാൻലി ജോസഫ് കടപ്പാട്ടൂരേക്ക് എത്തുന്ന ആ നിമിഷം ബാലചന്ദ്രനെ കാണും, സംസാരിക്കും. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താൻ പ്രഷ്യസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് കാണുന്ന ഒരു നിമിഷം, ഒരു ഭാഗ്യം എന്ന് പറയത്തില്ല, ആ ഒരു ഭാഗ്യം എന്ന് പറയുന്ന നിമിഷം ഇതാണ്. തൻ്റെ മകളെ താൻ നേരിട്ട് കാണുന്ന 22 വർഷങ്ങൾക്ക് ശേഷം താൻ നേരിട്ട് കാണുന്ന ഈ ഒരു നിമിഷം തന്നെയാണെന്ന് സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രനോട് പറയുകയും അങ്ങനെ അകത്തേക്ക് ചെന്നു. അങ്ങനെ അലീനെ ബാലചന്ദ്രൻ വിളിക്കുകയാണ്. ആ നിമിഷം 22 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളെ കാണുന്ന ആ ഒരു നിമിഷം സ്റ്റാൻലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. തനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നും അറിയത്തില്ല. അത്രത്തോളം സങ്കടത്തിലാണ്. അങ്ങനെ സ്റ്റാൻലിക്കൊപ്പം പോകുന്ന സമയത്ത് എല്ലാവരോടും അലീന യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ രോഹിത് ആണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും ബബിതയാണെങ്കിലും പൊട്ടിക്കരയുകയാണ്. അങ്ങനെ വൈജയെ പോയി കണ്ടു. കൊല്ലപ്പള്ളിയിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞു. പ്രത്യേകിച്ച് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു. മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കൊച്ചുമകളെ തനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റിയില്ലല്ലോ. ആ സങ്കടത്തിൽ മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. വൈജയോട് പോയി സംസാരിച്ചപ്പോൾ വൈജ പറഞ്ഞത്, നീ അനുഭവിക്കും, നീ ഇതിനെല്ലാം അനുഭവിക്കും, നിനക്ക് ഒരു പണി കിട്ടും, നീ എന്നെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കുമെടി എന്ന് പറഞ്ഞ് ശപിക്കുമ്പോൾ ആ അമ്മയുടെ ശാപവാക്കുകൾ അലീനയ്ക്ക് അത്രത്തോളം തന്നെ ദ്രോഹിച്ചതിനേക്കാൾ തനിക്ക് സങ്കടം തന്നെയായിരുന്നു. അവസാനം വൈജയോട് അലീന പറയുകയാണ്, 22 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഒരു പുരുഷനൊപ്പം സന്തോഷിച്ച് ജീവിച്ചതല്ലേ ആഗ്രയിൽ. അവിടെ വെച്ച് ഒരു പെൺകുഞ്ഞ് അതായത് വൈജ മാഡം ഗർഭിണിയായില്ലേ, അവിടെ അത്രത്തോളം സന്തോഷത്തോടു കൂടി 22 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചില്ലേ എന്നൊക്കെ അലീന ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ, നിങ്ങളുടെ മകളാണ് ഞാൻ,
നിങ്ങൾ എൻ്റെ അമ്മയാണ് എന്ന് വൈജയന്തിയോട് അലീന തുറന്നു പറയുകയാണ്. അതോടുകൂടി വൈജ തകർന്നു നിൽക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.